ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 19ാം സീസൺ 4ാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. ആവേശകരമായ പോരാട്ടങ്ങളാണ് ഓരോ മത്സരങ്ങളിലും കാണാൻ സാധിക്കുന്നത്. സൂപ്പർ ടീമുകളിൽ പലരും പിന്നോട്ട് പോകുന്നതും ആദ്യ 3 റൗണ്ടുകൾ പിന്നിടുമ്പോൾ കാണാനാകും. ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, മുംബൈ ഇന്ത്യൻസ് ടീമുകളെല്ലാം പിന്നോട്ട് പോയിരിക്കുകയാണ്. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും പ്ലേ ഓഫിലെത്താൻ വമ്പൻ ടീമുകൾക്ക് നിർണായകമാണെന്ന് തന്നെ പറയാം. ആദ്യ 3 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ആരാധകർ പ്രതീക്ഷിച്ച പല താരങ്ങൾക്കും ഇപ്പോഴും പ്ലേയിങ് 11-ൽ എത്താൻ സാധിച്ചിട്ടില്ല. പ്ലേയിങ് 11-ൽ ഇടം നേടുമെന്ന് പ്രതീക്ഷിച്ചവരിൽ ആദ്യ 3 മത്സരങ്ങളിലും അവസരം ലഭിക്കാത്ത താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം വിഷ്ണു വിനോദാണ്. പഞ്ചാബ് കിങ്സിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് വിഷ്ണു വിനോദ്. ഇത്തവണ പ്ലേയിങ് 11-ൽ വിഷ്ണു ഇടം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വിക്കറ്റ് കീപ്പറായി പ്രഫ്രാൻ സിംഗിനെയാണ് പഞ്ചാബ് കളിപ്പിച്ചത്. ഇതോടെ വിഷ്ണുവിന് ഇടം നേടാൻ സാധിച്ചിട്ടുമില്ല. നിലവിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന പഞ്ചാബ് വിഷ്ണുവിനെ പ്ലേയിങ് 11-ലേക്ക് പെട്ടെന്ന് വിളിക്കാൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം. രണ്ടാമത്തെ താരം രാജസ്ഥാൻ റോയൽസിന്റെ മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂരാണ്. വിഘ്നേഷിന് മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കും. താരം നെറ്റ്സിൽ ഇത്തവണ കിടിലം പ്രകടനം പുറത്തെടുക്കുന്നതടക്കം എല്ലാവരും കണ്ടതാണ്. എന്നാൽ താരസമ്പന്നമായ രാജസ്ഥാന്റെ പ്ലേയിങ് 11-ൽ ഇത്തവണ ഇടം നേടാൻ വിഘ്നേഷിന് സാധിക്കുന്നില്ല. ഇനി അവസരം ലഭിക്കാനുള്ള സാധ്യതയും വിരളമാണെന്ന് തന്നെ പറയാം. ഉർവിൽ പട്ടേലിനെ CSK കളിപ്പിക്കാത്തതിലാണ് എല്ലാവർക്കും അത്ഭുതം. 28 പന്തിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് ഉർവിൽ പട്ടേൽ. എന്നാൽ ആദ്യത്തെ 3 മത്സരത്തിലും ഉർവിലിന് പുറത്താണ് സീറ്റ്. 3 മത്സരവും തോറ്റ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള CSK അടുത്ത മത്സരത്തിൽ ഉർവിലിനെ കളിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് തന്നെ പറയാം. പൃഥ്വിഷായെ ഡൽഹി ക്യാപിറ്റൽസ് ഇതുവരെ കളിപ്പിച്ചിട്ടില്ല. വെടിക്കെട്ട് ബാറ്റ്സ്മാനായ പൃഥ്വി നേരത്തെ ഡൽഹിക്കായി തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിട്ടുള്ള താരമാണ്. എന്നാൽ ഇത്തവണ ടീമിലേക്ക് തിരിച്ചെത്തിയ പൃഥ്വി ഷായ്ക്ക് ഇതുവരെ പ്ലേയിങ് 11-ൽ ഇടം നേടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി അവസരം ലഭിക്കാനുള്ള സാധ്യത കാത്തിരുന്ന് കണ്ടറിയുകയും ചെയ്യണം. അവസാന സീസണിൽ കിടിലം പ്രകടനം നടത്തിയ താരങ്ങളിൽ ഒരാളാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായ് കിഷോർ. സ്പിന്നർ എന്ന നിലയിൽ ഗംഭീര പ്രകടനം നടത്താൻ താരത്തിന് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്തവണ പ്ലേയിങ് 11-ൽ എത്താൻ സായ് കിഷോറിന് സാധിച്ചിട്ടുമില്ല. താരത്തിന് വരുന്ന മത്സരങ്ങളിൽ അവസരം ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം. ഡൽഹി ക്യാപിറ്റൽസ് അക്വിബ് നബിയെ ഇതുവരെ കളിപ്പിച്ചിട്ടില്ല. വലിയ പ്രതിഫലം നൽകിയാണ് അക്വിബിനെ ഡൽഹി ടീമിലെത്തിച്ചത്. പന്തുകൊണ്ട് മാത്രമല്ല ബാറ്റ് കൊണ്ട് തിളങ്ങാൻ അക്വിബിന് സാധിക്കുന്നുണ്ട്. എന്നാൽ ഡൽഹി ഇതുവരെ താരത്തെ വിശ്വാസം അർപ്പിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ വരുന്ന മത്സരങ്ങളിലൂടെ താരത്തിന് പ്ലേയിങ് 11-ൽ തിരിച്ചെത്താൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കാവുന്നതാണ്. എന്തായാലും പോരാട്ടങ്ങൾക്ക് അടുക്കുമ്പോൾ ടീമിൽ വലിയ അഴിച്ചുപണികൾക്ക് സാധ്യതയുണ്ട്. ആരൊക്കെ പ്ലേയിങ് 11-ലേക്ക് തിരിച്ചെത്തുമെന്ന് കണ്ടറിയേണ്ട കാര്യവുമാണ്.